പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫൈസൽ. എമർജൻസി കോൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെ, എന്തിനു വേണ്ടിയൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളും പിൻ കോഡ് അല്ലെങ്കിൽ പാറ്റേൺ കോഡ് വെച്ച് മൊബൈൽ ലോക്ക് ചെയ്തിടാറുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് വിനയാകാറുമുണ്ട്. ഉദാഹരണം, നമുക്ക് ഒരു അപകടം സംഭവിച്ചു എന്നിരിക്കട്ടെ. നമ്മെ രക്ഷപ്പെടുത്താൻ വരുന്ന സുഹൃത്തിന് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അധികൃതർക്ക് നമ്മുടെ മൊബൈൽ ലോക്ക് ചെയ്ത കാരണത്താൽ നമ്മുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ നമ്മുടെ മൊബൈലിൽ നിന്നും നമ്പർ കളക്ട് ചെയ്ത് ബന്ധപ്പെടുവാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് എമർജൻസി കോൾ സെറ്റ് ചെയ്തു വെക്കുന്ന ഈ സംവിധാനം നമുക്ക് ഉപകാരപ്രദമാകുന്നത്. അത് എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മൊബൈലിലെ കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഗ്രൂപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തൊട്ട് താഴെയായി നിങ്ങൾക്ക് കാണാം ICE എമർജൻസി കോണ്ടാക്റ്റ്. അവിടെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഏറ്റവും മുകളിൽ വലതുവശത്തായി കാണുന്ന ആഡ് കോണ്ടാക്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സെലക്ട് കോണ്ടാക്റ്റ്. നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ ഒരാളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പുതുതായി ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ മൊബൈലിൽ നിന്ന് തന്നെ ഒരാളെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരാളെ സെലക്ട് ചെയ്യുകയാണ്. ഫൈസൽ TM എന്ന ആളെ ഞാൻ സെലക്ട് ചെയ്തു, ഡൺ കൊടുത്തു. ഇപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം ICE എമർജൻസി കോണ്ടാക്റ്റ് നമ്പർ 1. ഇതുപോലെ നിങ്ങൾക്ക് 4 പേരെയെങ്കിലും ഇവിടെ ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. തുടർന്ന് ബാക്ക് വരിക, മൊബൈൽ ലോക്ക് ചെയ്യുക, സ്ക്രീൻ ഓപ്പൺ ചെയ്യുക. താഴെ നിങ്ങൾക്ക് എമർജൻസി കോൾ എന്ന ഭാഗം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എമർജൻസി ഡയലർ ഓപ്പണായി വരും. താഴെ ഇടത് ഭാഗത്ത് കാണുന്ന ഗ്രൂപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച കോണ്ടാക്റ്റ് ഇവിടെ ലഭ്യമാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കോൾ ചെയ്യുക. കണ്ടില്ലേ സുഹൃത്തുക്കളെ, ലോക്ക് ചെയ്ത മൊബൈലിൽ നിന്നും ലോക്ക് തുറക്കാതെ തന്നെ കോൾ ചെയ്യാനുള്ള ഈ സംവിധാനം നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെട്ട് കാണുമല്ലോ. ഇത് പരമാവധി ഷെയർ ചെയ്യുക. കാരണം ആൻഡ്രോയിഡ് മൊബൈൽ ഒരിക്കൽ പോലും യൂസ് ചെയ്യാത്തവർക്ക് കൂടി ഇത് ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ ഫ്രണ്ട്സ്, തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണാം. ബൈ.